നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. കൽപ്പനകളുടെ ഉദ്ദേശം എന്താണ്? നീ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിന് വേണ്ടി. ഇപ്പം ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ചില സമയത്തുള്ള ചിലർക്കുള്ള ജീവിതം മരുഭൂമിയിലെ ജീവിതമാണ്. അപ്പോൾ എന്താ? അവരെ എളിമപ്പെടണം. കാര്യം എന്താണ്? അവരെ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്കും അജ്ഞാതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ തീറ്റിപ്പോറ്റി. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത വഴികളും അറിയാത്ത വഴികളിലൂടെ കർത്താവ് നിങ്ങളെ നയിക്കും. മരുഭൂമിയിലാണ് നിങ്ങളുടെ ഭർത്താവ് മരിച്ചു, അല്ലെങ്കിൽ നീ വൈഫ് മരിച്ചു, കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒറ്റക്കാണ് നോക്കണത്. കുഞ്ഞുങ്ങളുടെ ഓരോ ആവശ്യം വരുമ്പോൾ മറ്റു കുഞ്ഞുങ്ങളൊക്കെ അപ്പനും അമ്മയോട് നടക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നടക്കാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങൾ ഇരുന്ന് പാവിട്ട് കരയും. ഇതാണ് മരുഭൂമി എന്ന് പറഞ്ഞത്. തണൽ മരങ്ങളെല്ലാം ഒറ്റപ്പെട്ട അവസ്ഥ. ഞാൻ എന്തെങ്കിലും സിമ്പിളായിട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ 21 ലക്ഷത്തോളം ആൾക്കാരെ എല്ലാ ദിവസവും ഇതിലെ കേൾക്കണത്. അപ്പോൾ ഇതിനൊക്കെ എല്ലാം എന്താണ്? അത് അവർ ആ സമയത്ത് ദൈവം എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത്, എനിക്ക് വള്ളിയും വേണ്ട പട്ടക്കാരനും ഇല്ല കുന്തേവില്ല എന്നപ്പോൾ ഞങ്ങളുടെ ജീവിതമില്ല. അത് അഹങ്കാരം കൊണ്ടാണ്. ഈ ഒരു നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടിയാണെന്നല്ലേ കർത്താവിൻ്റെ വചനം. അപ്പോൾ വചനം അറിയത്തില്ലാത്തത് കൊണ്ടാണ് അവരൊരു നിർജീവമായ നിലപാടെടുക്കുന്നത്. കാര്യത്തെ ഇങ്ങനെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ഇതിനേക്കാൾ കരുത്തായ നിലപാടെടുത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ മറ്റുള്ളവരോട് അത്ര കണ്ടൊരു മാർക്കിടാൻ തോന്നാത്തതിൻ്റെ കാരണം അതാണ്. പക്ഷേ ഇനി രസം എന്താ വെച്ചാൽ, ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ ദൈവത്തിന് 100% പ്രാധാന്യമുള്ള രീതിയിൽ ആണ് ഈ മരുഭൂമി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്താണ്? ഞാൻ മരുഭൂമിയിലൂടെ കടന്നുപോയി, അപ്പോൾ നീ നഗ്നയായി കാണപ്പെട്ടു, നിനക്ക് ഉപ്പ് പുരട്ടാൻ ആരുമില്ലായിരുന്നു.